السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد أما بعد ബഹുമാന്യരായ ജനങ്ങളുടെ അറിവിലേക്കായി ഒന്ന് രണ്ട് വിഷയങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിവരമില്ലാത്ത ചില ആളുകൾ വിശുദ്ധ ഖുർആനെയും ഹദീസിനെയും മനസ്സിലാക്കാത്ത രീതിയിൽ ഞാൻ പണ്ഡിതനാണ് എന്നുള്ള നിലക്ക് സംസാരിക്കുമ്പോൾ അവർ അവഹേളിക്കുന്നത് വിശുദ്ധ ഖുർആനെയാണ്, ദീനിനെയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. വിശുദ്ധ ഖുർആന്റെ അജയ്യമായ നിയമമാണ് അമുസ്ലിമും മുസ്ലിമും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് വ്യഭിചാരമാണ്, ശരിയല്ല എന്നത്. പ്രത്യേകിച്ച് യഹൂദികളോ നസാറാക്കളോ അല്ലാത്ത മുശ്രിക്കായ അല്ലെങ്കിൽ നിരീശ്വരവാദികളായ ഒരു സ്ത്രീയെ ഒരു മുസ്ലിമായ പുരുഷന് വിവാഹം ചെയ്യാൻ യാതൊരു മാർഗവും ഇസ്ലാമിൽ ഇല്ല. നേരെ മറിച്ചും അങ്ങനെ തന്നെ. അതായത് മുസ്ലിമായ പെണ്ണിനെ അമുസ്ലിമായ വ്യക്തിക്കോ അമുസ്ലിമായ പെണ്ണിനെ മുസ്ലിമായ വ്യക്തിക്കോ വിവാഹം ചെയ്യാൻ ഇസ്ലാമിൽ യാതൊരു നിയമവും ഇല്ല. അങ്ങനെ ചെയ്താൽ അത് വ്യഭിചാരമാണ്, അത് വ്യഭിചാരമാണ് എന്ന് അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞത് 100% ശരി തന്നെയാണ്. അത് നമുക്ക് നാസർ സാഹിബ് എന്താണ് പറഞ്ഞത് എന്നൊന്ന് കേൾക്കാവുന്നതാണ്. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് മുഹമ്മദ് റിയാസ് വീണ വിജയനെ കല്യാണം കഴിച്ചപ്പോ അത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ തമ്മാടിയുടെ പേരാണ് അബ്ദുറഹ്മാൻ കല്ലായി. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അന്ത്യപ്രവാചകന്റെ മകൾ സൈനബയുടെ ഭർത്താവിന്റെ പേര് അബുൽ ആസ്. ഈസ് നോട്ട് എ മുസ്ലിം. ബദർ യുദ്ധത്തിൽ മറുപക്ഷത്തിരുന്ന് നിങ്ങൾ ഇവിടെ കേട്ട് കഴിഞ്ഞു. അതായത് മുസ്ലിമായ ആൾ അമുസ്ലിമായ ഗൈർ മുസ്ലിമായ ഒരു പെണ്ണിനെ വിവാഹം ചെയ്തതിനെ അബ്ദുറഹ്മാൻ കല്ലായി വ്യഭിചാരം എന്ന് വിശേഷിപ്പിച്ചു. അവൻ തമ്മാടിയാണ് എന്നാണ് നാസർ സാഹിബ് പറഞ്ഞിരിക്കുന്നത്. നാസർ സാഹിബിനോട് വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, അത് അബ്ദുറഹ്മാൻ കല്ലായിയുടെ വാദമല്ല, അത് വിശുദ്ധ ഖുർആന്റെ വാദമാണ്, അത് ഇസ്ലാമിന്റെ വാദമാണ്. അതെ, അത് വ്യഭിചാരമാണ് എന്നത് ജിഫ്രി തങ്ങളുടെ വാദമാണ്. അത് വ്യഭിചാരമാണ്, അത് ഇസ്ലാമികമല്ല എന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വാദമാണ്. അത് പ്രശസ്ത പണ്ഡിതന്മാരായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വാദമാണ്. അത് ഉന്നത പണ്ഡിതനായ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിന്റെ വാദമാണ്. അത് മുത്തുനബിയുടെ വാദമാണ്. അത് സ്വഹാബികളുടെ വാദമാണ്. അത് ഷാഫി ഇമാമിന്റെ വാദമാണ്. അത് അബൂ ഹനീഫ ഇമാമിന്റെ വാദമാണ്. അത് മാലിക് ഇമാമിന്റെ വാദമാണ്. അത് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വാദമാണ്. അത് സർവ്വ മുസ്ലിമീങ്ങളുടെയും വാദമാണ്. അത് വെറും ഒരു കല്ലായിയുടെ വാദം അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുംതഹിന എന്ന് പറയുന്ന സൂറത്തിൽ 10ാമത്തെ ആയത്തായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് തുടങ്ങുന്ന ആയത്ത് ഒരു ദീർഘമായ ആയത്താണ്. അതിന്റെ അവസാനം വരുന്നത് വല്ലാഹു അലീമുൻ ഹകീം. ആയത്തിനകത്ത് അല്ലാഹു തആല പറഞ്ഞു, ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. മുഅ്മിനത്തുകളായ സ്ത്രീകളെ
നിങ്ങൾ അമുസ്ലിങ്ങളായ കാഫിര്യങ്ങളായ ആളുകളിലേക്ക് വിടാൻ പാടില്ല. വലാ ഹുന്ന ഹില്ലുൽ ലഹും, ആ സ്ത്രീകള് അമുസ്ലിങ്ങളായ പുരുഷന്മാർക്ക് അനുവദനീയമല്ല. വലാ ഹും യഹില്ലൂന ലഹുൻ, അതായത് അമുസ്ലിങ്ങളായ പുരുഷന്മാർക്ക് മുസ്ലിങ്ങളായ സ്ത്രീകളോ മുസ്ലിങ്ങളായ പുരുഷന്മാർക്ക് അമുസ്ലിങ്ങളായ സ്ത്രീകളോ അനുവദനീയമല്ല. അത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അത് തമ്മാടിയുടെ വാക്കല്ല, അത് ദീനിന്റെ വാക്കാണ്. വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഖുർആനെതിരെ പ്രവർത്തിക്കാനോ ഖുർആൻ നിഷേധിക്കാനോ ഒരു മുസ്ലിമിന് ഒരിക്കലും സാധ്യമല്ല. അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നാസർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇസ്ലാമിക നാമമായിട്ട് ഒരു മുസ്ലിമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ അനുകൂലമായി പറയുന്ന ഒരു വ്യക്തിയെ തമ്മാടി എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. മഹാനായ ഷാഫി ഇമാം വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഖാല ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് ഫഇദാ അസ്ലമത്തിൽ മർഅ, ഒരു സ്ത്രീ ഇസ്ലാം മതം സ്വീകരിച്ചാൽ, ഔ ഉലിദത് അലൽ ഇസ്ലാം, അതല്ലെങ്കിൽ ആ സ്ത്രീ മുസ്ലിമായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ, ഔ അസ്ലമ അഹദു അബവൈഹ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ, വഹിയ സ്വബിയ, കുട്ടിയുണ്ട്, ഒരു മുസ്ലിമായ മകളുണ്ട്, അല്ലെങ്കിൽ അവരെല്ലാവരും അമുസ്ലിങ്ങളായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ മാതാപിതാക്കൾ ഇസ്ലാം മതത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ലന്തബുലത് പ്രായപൂർത്തിയായ കുട്ടിയാവട്ടെ പ്രായപൂർത്തിയാവാത്ത കുട്ടിയാവട്ടെ, ഹറുമാലാ കുല്ലി മുശ്രിക്കിൻ കിതാബിയും മുസ്ലിം നികാഹുഹാ ബികുല്ലി ഹാൽ. ഷാഫി ഇമാം വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു മുസ്ലിമായ കുട്ടിയെ ഒരിക്കലും കാഫിറായ മുസ്ലിം അല്ലാത്ത ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. നേരെ വിപരീതവും അങ്ങനെ തന്നെയാണ്. അതാണ് ഷാഫി മദ്ഹബ്, അതാണ് ഷാഫി ഇമാം രേഖപ്പെടുത്തി വെച്ചത്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തി വെച്ചത്. അപ്പോൾ അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞത് തമ്മാടിത്തരമല്ല, അത് ഇസ്ലാമിന്റെ വാദമാണ്, അത് ഖുർആനിന്റെ വാദമാണ്, അത് ഷാഫി ഇമാമിന്റെ വാദമാണ്, അത് ജഫ്രി തങ്ങളുടെ വാദമാണ്, അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വാദമാണ്, അത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വാദമാണ്, അത് പണ്ഡിതന്മാരായ സർവ ആളുകളുടെയും വാദം തന്നെയാണ്. അത് ഒരാളുടെ വാദം അല്ല, അത് നദീം ഉസ്താദിന്റെ വാദമാണ്, അത് മാണക്കാട് തങ്ങളുടെ വാദമാണ്, അത് സമസ്തയാവട്ടെ സമസ്ഥാനയാവട്ടെ നജീബ് ഉസ്താദാവട്ടെ എല്ലാവരുടെയും വാദമാണ്. അല്ല എന്ന് ഈ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന്മാരെ കൊണ്ട് അത് സ്വഹീഹായ വിവാഹമാണ്, അതായത് അമുസ്ലിമിനും മുസ്ലിമിനും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ വിരോധമില്ല എന്ന ഈ നാസർ കൊളായി സാഹിബിന്റെ ആ വാദം ശരിയാണ് എന്ന് ഒരു പണ്ഡിതനെ കൊണ്ടും പറയിപ്പിക്കാൻ നാസർ കൊളായിക്ക് സാധ്യമല്ല എന്നർത്ഥം. അൽ ബഖറ സൂറത്തിൽ തന്നെ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിൻ. വലാ തൻകിഹുൽ മുശ്രികാത്തി, നിങ്ങൾ മുശ്രിക്കാത്തുകളായ സ്ത്രീകള്, അതായത് മുസ്ലിം അല്ലാത്ത സ്ത്രീയെ, പേര് ഞാൻ പറയുന്നില്ല, ആ മുസ്ലിം അല്ലാത്ത സ്ത്രീയെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല. ഹത്താ യുഅ്മിന്ന, ആ സ്ത്രീകളെ വിശ്വസിക്കുന്നത് വരെ, അപ്പൊ മുസ്ലിമാകുന്നത് വരെ ഒരു മുസ്ലിം അല്ലാത്ത സ്ത്രീയെ വിവാഹം ചെയ്യാൻ പാടില്ല. ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യത്തെ അമുസ്ലിമായ പെണ്ണിനെ മുസ്ലിമിന് വിവാഹം ചെയ്യാം എന്ന് ഒരു മുസ്ലിമിന് വാദിക്കാൻ അവകാശമില്ല. നാസർ കൊളായി മനസ്സിലാക്കണം, താങ്കൾ ഒരു മുസ്ലിം ആണെങ്കിൽ താങ്കൾക്ക് വിശുദ്ധ ഖുർആൻ നിഷേധിക്കുവാനുള്ള അവകാശമില്ല. അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ താങ്കൾക്ക്
ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ വ്യക്തമായ കൽപ്പനയാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ തൻകിഹുൽ മുശ്രികാത്ത്, മുശ്രിക്കീങ്ങളായ സ്ത്രീകളെ, അമുസ്ലിങ്ങളായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല. ഹത്താ യുമിൻ, അവർ വിശ്വസിക്കുന്നത് വരെ. ഹത്താ യുമിന്ന, അവർ വിശ്വസിക്കുന്നതിനെ വിവാഹം ചെയ്യാൻ പാടില്ല. വ്യക്തമായ വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ അബ്ദുറഹ്മാൻ കല്ലായിയെ തമ്മാടി എന്ന് വിളിച്ചത് തെറ്റാണ്. താങ്കൾ അതിന് വേറെ ന്യായീകരണം പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളെ മുസ്ലിം അല്ലാത്ത വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് വീഡിയോ നീണ്ടുപോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. താങ്കൾ പറഞ്ഞത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പറഞ്ഞത് നുണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകൾ സൈനബ റളിയല്ലാഹു അൻഹായെ മുസ്ലിം അല്ലാത്ത വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകൾ സൈനബ റളിയല്ലാഹു അൻഹായെ മുസ്ലിം അല്ലാത്ത ആൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. എന്നാൽ കാര്യങ്ങൾ താങ്കൾ മനസ്സിലാക്കിയതുപോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം മകളെ മുസ്ലിം അല്ലാത്ത ആൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നതല്ല അതിന്റെ യാഥാർത്ഥ്യം. താങ്കൾ യാഥാർത്ഥ്യം പഠിക്കേണ്ടതുണ്ട്. നാസർ കോളായി സാഹിബ് ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകൾ സൈനബ റളിയല്ലാഹു അൻഹായെ അബുൽ ആസ് ബിൻ റബീ എന്ന് പറയുന്ന, അതായത് ഖദീജ റളിയല്ലാഹു അൻഹായുടെ സഹോദരി പുത്രനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഇസ്ലാമിന്റെ കാലത്ത് അല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് കാഫിറിനെ മുസ്ലിമിന് വിവാഹം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ മുസ്ലിം കാഫിറിനെ വിവാഹം ചെയ്തു എന്നൊരു സംഭവമില്ല. അന്നത്തെ കാലത്ത് സാധാരണ നടക്കുന്നത് പോലെ, നുബുവത്തില്ലാത്ത കാലത്ത് സാധാരണ നടക്കുന്നത് പോലെയുള്ള ഒരു വിവാഹമാണ് അന്ന് നടന്നത്. അപ്പോൾ കാഫിറിന് വിവാഹം ചെയ്തു കൊടുത്തു എന്ന അങ്ങയുടെ വാദം ശരിയല്ല. അത് അങ്ങ് മനസ്സിലാക്കിയടത്തുള്ള തെറ്റാണ്. പ്രവാചകത്വത്തിന് മുമ്പ് സാധാരണ ഏത് രീതിയിലാണോ വിവാഹം നടന്നിരുന്നത് അന്ന് വിവാഹം ചെയ്തു കൊടുത്തു. അന്ന് സൈനബ മുസ്ലിമാണ് എന്നോ അല്ലെങ്കിൽ സൈനബയുടെ ഭർത്താവ് അബുൽ ആസ് മുസ്ലിം അല്ല എന്നോ നിലനിൽക്കുന്നില്ല. അത് കൊളായി സാഹിബ് മനസ്സിലാക്കണം. അത് നാസർ സാഹിബിന്റെ പ്രസംഗം കേട്ട ആളുകൾ മനസ്സിലാക്കണം. വിഷയം നാസർ കൊളായി ഇനിയും നാം മനസ്സിലാക്കേണ്ട വിഷയം, നാസർ കൊളായി എന്ന ആള് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും സ്വഹാബികളുടെ പേരിലുമൊക്കെ വലിയ അപരാധമാണ് പറഞ്ഞിരിക്കുന്നത്, വലിയ കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. നാസർ കോളായിയും അതേ പ്രകാരം തന്നെ അത് കേട്ട് തെറ്റിദ്ധരിച്ച ആളുകൾ മനസ്സിലാക്കുക. നാസർ കോളായി എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അബുൽ ആസ്, അതായത് സൈനബ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു 10-15 ദിവസത്തെ ഒക്കെ വ്യത്യാസമാണെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അബുൽ ആസ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല എന്നൊരു പക്ഷേ പറഞ്ഞേക്കാം. പക്ഷേ നാസർ കോളായി മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട ആളുകൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അബുൽ ആസ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അബുൽ നാസ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല എന്ന് നാസ്രികളായി പറഞ്ഞ വാദം വലിയ അബദ്ധമാണ്, തെറ്റാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പറഞ്ഞ നുണയാണ്. അത് അബുൽ നാസർ ബിൻ റബീ എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകന്റെ പേരിൽ പറഞ്ഞ പച്ചക്കള്ളമാണ്. എന്താ സംഭവിച്ചത്? ഹിജ്റ 6-ാം വർഷം ഹുദൈബിയ സുൽഹിന്റെ കാലത്തിന് ശേഷം മഹാനായ അബുൽ ആസ് റഹ്മഹുല്ലാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഫതഹുൽ മക്ക പോലും സംഭവിക്കുന്നത് ഹിജ്റ 8-ാം വർഷമാണ്. അതുപോലും കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് ഹിജ്റ 11-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. ആ ഫതഹ് മക്കയുടെ കാലത്തൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ച അബുൽ ആസ് സൈനബ റളിയല്ലാഹു അൻഹയുടെ കൂടെ രണ്ടുപേരും മുസ്ലിമായിട്ട് ജീവിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സൂറത്തുൽ മുംതഹിനയിലെ വിശുദ്ധ ആയത്ത് ഇറങ്ങി അമുസ്ലിങ്ങളായ പുരുഷന്മാരുടെ അടുത്ത് മുസ്ലിമീങ്ങളായ സ്ത്രീകളോ അല്ലെങ്കിൽ അമുസ്ലിങ്ങളായ സ്ത്രീകളുടെ അടുത്ത് മുസ്ലിങ്ങളായ ഭർത്താക്കന്മാര് തുടരാൻ പാടില്ല. അതങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിം ഭർത്താവിന്റെ അടുത്ത് അമുസ്ലിമായ സ്ത്രീ, അമുസ്ലിം ഭർത്താവിന്റെ അടുത്ത് മുസ്ലിമായ സ്ത്രീ തുടരാൻ പാടില്ല എന്ന് വ്യക്തമായ ആയത്തിലൂടെ അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബുൽ ആസ്, താങ്കൾ ഇസ്ലാം മതം സ്വീകരിക്കാതെ താങ്കളിലേക്ക് എന്റെ മകൾ സൈനബയെ വിടുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. ശരിക്കും നാസ്രുകളായി മനസ്സിലാക്കണം. അങ്ങനെ അബുൽ ആസ് റബീ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളെ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തത്. അതിനുശേഷം ഒരുപാട് ഗുണങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം മഹാനായ അബുൽ ആസിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നാസ്രുകളായി പറഞ്ഞത് മുഴുവനും അബദ്ധമാണ്. ഒന്ന്, തമ്മാടിയാണ് ആര്? അബ്ദുറഹ്മാൻ കല്ലായി. അത് വ്യഭിചാരമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ആ വാദം കല്ലായിയുടെ വാദമല്ല, എല്ലാ മുസ്ലിമീങ്ങളുടെയും വാദമാണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാഫിറിന് ഗൈർ മുസ്ലിമിന് സൈനബ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തു കൊടുത്തു. തെറ്റാണ്. അത് ഇസ്ലാമിന് മുമ്പാണ്, അതായത് പ്രവാചകത്വത്തിന് മുമ്പാണ് ആ വിവാഹം നടന്നത്. പിന്നീട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നത് വരെ സൈനബ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി എന്റെ മകളെ ഗൈർ മുസ്ലിമായ അങ്ങയിലേക്ക് വിട്ടുതരില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട സൈനബ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തത്. അതുകൊണ്ട് തന്നെ നാസ്രുകളായി സാഹിബിനോടും മതം പഠിക്കാതെ സംസാരിക്കുന്ന ആളുകളോടും വളരെ വിനയത്തോടു കൂടെ പറയുകയാണ്, നിങ്ങൾ ഇസ്ലാമിക നിയമങ്ങളെ മാറ്റി പറയരുത്, വിശുദ്ധ ഖുർആനിന് എതിര് പറയരുത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറയരുത്, സഹാബിയുടെ പേരിൽ കള്ളം പറയരുത് എന്ന് വളരെ വിനയത്തോടു കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.